വാഴ 2 മോളിവുഡിന് അടുത്തൊരു സൂപ്പർ ഹിറ്റ് എന്ന് പറയാൻ പറ്റുന്ന മറ്റൊരു സിനിമ. വിപിൻ ദാസിന്റെ സ്റ്റോറിയിൽ സവിൻ എസ് എ ഡയറക്റ്റ് ചെയ്ത ഒരു കോമഡി ഡ്രാമ ഫിലിമാണിത്. നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും അവകാശപ്പെടാനില്ലാത്ത കുറച്ച് മിടുക്കന്മാരായിട്ടുള്ള പയ്യന്മാർ വിജയിപ്പിച്ചൊരു സിനിമ. നമ്മുടെ ഹാഷിറാൻ ടീം തന്നെ, അതിൻ്റെ കൂടെ ബിജുക്കുട്ടനും അജു വർഗീസും സുധീഷും ഒക്കെ ചേർന്നപ്പോൾ സിനിമ നല്ല കളറായി. അതുമാത്രമല്ല, ഒരുപാട് നാളിന് ശേഷം കുറേയധികം ചിരിക്കാനുണ്ടായിരുന്നൊരു സിനിമ. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡി ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് തൊട്ട് കുറച്ച് ഇമോഷണലാക്കുന്ന ഒരു പടം. കാണാൻ തുടങ്ങിയപ്പോൾ ചിരിച്ച് തുടങ്ങി അവസാനം കണ്ണുനീരിലെത്തിക്കുന്ന ഒരു മൂവി. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സിനിമ എന്ന് പറയുന്നത് ആ സിനിമ നമ്മളെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കണം. സിനിമ കണ്ടു കഴിയുമ്പോൾ കാഴ്ചക്കാരന് ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം ചേരുമ്പോൾ അവിടെ നല്ലൊരു സിനിമ ഉണ്ടാകുന്നു. അങ്ങനെ നോക്കുമ്പോൾ വാഴ 2 എന്ന് പറയുന്നത് ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. എന്തുകൊണ്ടും വാഴ 1-നെക്കാട്ടിലും നല്ല രീതിയിൽ കാഴ്ചക്കാരനെ ആസ്വദിക്കാനും അതുപോലെ തന്നെ നമുക്ക് കാണുന്ന ഏതൊരാൾക്കും ജീവിതത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീൻസും ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു സിനിമ. ഒരുപക്ഷെ ഗേൾസിനെക്കാട്ടിലും ഒരുപാട് ബോയ്സിനായിരിക്കും ഈ സിനിമ കൂടുതലും അവരുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വാഴ 1-നെക്കാട്ടിലും എന്തുകൊണ്ടും വാഴ 2 എല്ലാ അർത്ഥത്തിലും മികച്ചു നിൽക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അൽഫോൺസ് പുത്രൻ്റെയും അജു വർഗീസിൻ്റെ ഒക്കെ പ്രസൻസ് സിനിമയെ കുറച്ചും കൂടെ നന്നാക്കി എന്നാണ് എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല, അൽഫോൺസ് പുത്രൻ്റെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് നാളുകളായിട്ട് രാഷ്ട്രീയപരമായിട്ട് നടക്കുന്ന കുറേ ഇഷ്യൂസിനും അത് ഉണ്ടാക്കിയ ആൾക്കാർക്കും ഒരു കൊട്ടു കൊടുക്കുന്ന രീതിയിലുള്ള കുറച്ച് ഡയലോഗ്സ്, കുറച്ച് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന സീൻസ് ഒഴിച്ചാൽ വാഴ 2 മൊത്തത്തിൽ ഒരു കിടിലൻ പടം തന്നെയാണ്.